ഹായ് ഓൾ, നമുക്കൊരു പിങ്ക് കളർ അരിപ്പുട്ടുണ്ടാക്കിയാലോ. ആദ്യം 2 ഗ്ലാസ്, ഞാനത് 2 ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനുള്ള അരിപ്പൊടി എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ ചാറ്, അതായത് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ചാറ് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ചാറാണ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊരു 10 മിനിറ്റോളം അത് അടച്ചു വെക്കണം. എന്നിട്ട് നല്ലതുപോലെ ആ കളർ ആ അരിപ്പൊടിയിലോട്ട് നല്ലതുപോലെ കളർ പിടിക്കും. 10 മിനിറ്റ് ശേഷമുള്ളതാണിത് കേട്ടോ. നല്ലതുപോലെ അതിൻ്റെ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുട്ടുകുറ്റിയിലോട്ടിടാം. ആദ്യം തേങ്ങ ചിരകിയത് പുട്ടുകുറ്റിയിലോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം അരിപ്പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് നിറച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഏറ്റവും മുകളിലും തേങ്ങ ചിരകിയത് വെച്ച് കൊടുക്കുക. നല്ലതുപോലെ തേങ്ങ തോനെ ഇടുന്നത് എനിക്കിഷ്ടമാണ്. ഞാനിത് തേങ്ങ ചിരകിയത് തോനെ ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അടച്ച് പുട്ടുകുറ്റിയിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് പുട്ടുകുറ്റിയിൽ വെച്ച് 2 മിനിറ്റ് ആവി കയറ്റാം. 2 മിനിറ്റിന് ശേഷം ഇത് ഈ പുട്ടുകുറ്റിയിൽ നമുക്ക് പുറത്തെടുക്കാം. നല്ല പിങ്ക് കളറും അതിനകത്ത് ഒരു വൈറ്റ് കളറിൽ തേങ്ങ ചിരകിയതും ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ഇത് കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. കാരണം ഈ കളറ് കാണുമ്പോൾ കുട്ടികൾക്ക് അതായത് കഴിക്കാനുള്ളൊരു ഇഷ്ടം തോന്നും. ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് പൊട്ടും നല്ല പഴട്ടിഞ്ഞ് പിടി നല്ല തരി പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. തേങ്ങ കുറച്ച് തോനെ ഇട്ട് എവിടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അത്യാവശ്യം നല്ല പിങ്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ലപോലെ പിങ്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ചാറ് തോനെയും ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടിൻ്റെ ചാറ് വെള്ളം ചേർക്കാതെ കുറച്ച് നല്ലതുപോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് പിഴിഞ്ഞ് നല്ലതുപോലെ അരിപ്പിൽ പിഴിഞ്ഞെടുത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് കളർ. ഇതിൽ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഇത്രയും കളർ കിട്ടത്തില്ല. നല്ലതുപോലെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല കുഴമ്പ് പരുവത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.